എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ആർക്കൊക്കെ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കാതിരിക്കും, അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം എന്നുള്ളതും എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളതുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നതാണ് ട്രാൻസ്ഫർ. അതായത് നിങ്ങൾക്കൊന്നുകിൽ ഒരു സ്കൂളിൽ നിന്ന്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ആദ്യം ഒരു സ്കൂളിൽ നിങ്ങൾക്ക് സയൻസ് കിട്ടിയെന്ന് കരുതുക. അതായത് സ്കൂളിലെ തന്നെ, അതായത് സെയിം സ്കൂളിലെ തന്നെ കോഴ്സിലേക്ക് മാറാൻ സാധിക്കും. അതായത് സ്കൂളിൽ നിന്നും കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഇനി അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് അതായത് കോഴ്സും മാറാം, അതുപോലെ സ്കൂളും മാറുന്നതിനായിട്ട് നൽകുന്ന ട്രാൻസ്ഫറാണ്. അപ്പോൾ ഈ രീതിയിൽ 3 ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുഴുവൻ ട്രാൻസ്ഫറും നിങ്ങൾക്ക് ജില്ല തന്നെ മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള 4 തരം ട്രാൻസ്ഫറുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറുകൾ 3rd അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ മാത്രം ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാരണം ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാറിയേക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. 2ാമത്തെ ഓപ്ഷൻ മുതൽ അതിനു താഴെയുള്ള മറ്റേതൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ല, അതായത് ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കേണ്ടത്, അതായത് താൽക്കാലിക അഡ്മിഷനാണ് എടുക്കേണ്ടത്. താൽക്കാലിക അഡ്മിഷൻ ഫീസൊന്നും നൽകേണ്ടതില്ല, സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് 3rd അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് 3rd അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഈ 3rd അലോട്ട്മെൻറ്റിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ല കിട്ടിയിട്ടുള്ളത് എങ്കിലാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു രീതി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാം. ട്രാൻസ്ഫറുകൾ 3 ട്രാൻസ്ഫറോ അല്ലെങ്കിൽ 2 ട്രാൻസ്ഫറോ ആണ് ഓരോ വർഷവും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആദ്യ ട്രാൻസ്ഫറിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫറിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കാതിരിക്കുന്നത്, ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ ട്രാൻസ്ഫറും അതുപോലെ 2ാമത്തെ ട്രാൻസ്ഫറും അപേക്ഷ നൽകാനായിട്ട് സാധിക്കില്ല. കാരണം 1ാമത്തെ ഓപ്ഷൻ സാധാരണ ഒരു വിദ്യാർത്ഥി ഇഷ്ടമുള്ള കോഴ്സാണ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കോഴ്സ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആദ്യ ട്രാൻസ്ഫറും 2ാമത്തെ ട്രാൻസ്ഫറും ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള അവസരം ഒഴിവാക്കിയിട്ടുള്ളത്. ചില അവസരങ്ങളിൽ സെക്കൻഡ് ട്രാൻസ്ഫറിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ നൽകാനായിട്ടുള്ള അവസരം കൊടുക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും സ്കൂളിൽ അഡ്മിഷൻ നേടും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് മറ്റൊരു സ്കൂളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതേസമയം നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രം പരസ്പരം അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് കോഴ്സ് മാറാനുള്ള അവസരം നൽകാറുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് അടുത്തതായിട്ടുള്ള 3ാമത്തെ വിദ്യാർത്ഥികളാണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ. മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ടുള്ള അപേക്ഷ സ്കൂൾ പ്രിൻസിപ്പാളിന് നൽകി അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ, അതായത് 4ാമത്തെ വിഭാഗത്തിലുള്ളത് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച്
ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുമെന്ന് വിചാരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ഇല്ല, അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വിഭാഗങ്ങൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ട്രാൻസ്ഫറിനും രണ്ടാമത്തെ ട്രാൻസ്ഫറിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ട്രാൻസ്ഫറിനാണ് സാധാരണഗതിയിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം നൽകാറുള്ളത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ, അതായത് സ്കൂളിൽ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട വഴി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. ആവശ്യമെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ കോഴ്സ് മാറ്റാനായിട്ട് സ്കൂളിൽ അപേക്ഷ നൽകി ആ ഒരു രീതിയിൽ കോഴ്സ് മാറാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ സ്കൂൾ മാറുന്നതിനായിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സ് മാറുന്നതിനായിട്ടുള്ള സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകി അങ്ങനെ മാറുന്നതിനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉള്ളത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് കോഴ്സ് കോമ്പിനേഷൻ, അതായത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ. അതായത് ഒന്നാമത്തേതാണ് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ അതായത് ഒരു സ്കൂളിലെ സെയിം കോഴ്സ് കോമ്പിനേഷനിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കൊമേഴ്സാണ് കിട്ടിയതെന്ന് കരുതുക. കൊമേഴ്സ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഈ ഒരു അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക്, അതായത് കൊമേഴ്സ് മാറാതെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിനായിട്ട് അപേക്ഷിക്കുന്നതാണ് സ്കൂൾ, അതുപോലെ തന്നെ സ്കൂൾ ടു സ്കൂൾ ട്രാൻസ്ഫറാണ് ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ, അതായത് ഒരു സ്കൂളിൽ കൊമേഴ്സാണ് കിട്ടിയത്, അതിൽ നിന്നും സയൻസിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറണം. അങ്ങനെയെങ്കിൽ ആ ഒരു കോഴ്സ് ട്രാൻസ്ഫർ വയ്ക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്കൂളും കോഴ്സും മാറൽ, അതായത് സ്കൂൾ ടു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ. അതായത് ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് കിട്ടി, മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് വേണം. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് നിങ്ങൾ ആദ്യം കൊമേഴ്സാണ്, പക്ഷേ പിന്നീട് ബയോളജി സയൻസ് മറ്റൊരു സ്കൂളിലേക്ക് വെക്കുന്നു. അപ്പോൾ അതിനാണ് സ്കൂളും കോഴ്സും മാറുന്നതിനായിട്ടുള്ള അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ, അതായത് ഡിസ്ട്രിക്ട് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ. ഇപ്പോൾ പറഞ്ഞ പ്രകാരമുള്ള 3 തരത്തിലുള്ള ട്രാൻസ്ഫറും, അതായത് ഈ ഒരു സ്കൂൾ ടു സ്കൂൾ ട്രാൻസ്ഫർ, സ്കൂൾ ടു കോഴ്സ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സ്കൂൾ ടു സ്കൂൾ ആൻഡ് കോഴ്സ് ട്രാൻസ്ഫർ, ഈ ഒരു തരത്തിലുള്ള 3 ട്രാൻസ്ഫറുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ട്രാൻസ്ഫറാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള ട്രാൻസ്ഫറാണ് ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എല്ലാം അതായത് ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷയാണ് നൽകേണ്ടത്, അതായത് ഒരു അപേക്ഷയാണ് വരിക. അപ്പോൾ അതിൽ തന്നെയാണ് ഈ ഒരു എല്ലാ വിധത്തിലുള്ള ടൈപ്പിലുള്ള ട്രാൻസ്ഫർ. ഇത് നിങ്ങൾ സാധാരണ ഓപ്ഷൻ വെക്കുന്ന രീതിയിൽ കോമ്പിനേഷൻ മാറ്റി കൊടുക്കുന്ന അതേ രീതിയിലാണ് ഇത് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ കോഴ്സ് ആണ് മാറ്റേണ്ടത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രാൻസ്ഫർ വയ്ക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്ത ശേഷമായിരിക്കും ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അതായത് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടെമ്പററി അഡ്മിഷൻ എങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.